2019 ന്യൂസിലാൻഡിൽ നിന്നും ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നത് അവിടെയുള്ള ക്രൈസ്റ്റ് ചർച്ചിലെ 2 പള്ളികളിൽ നടന്ന വെടിവയ്പ്പിൽ 51 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് നമ്മൾക്ക് അന്ന് ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ സമാനമായ രീതിയിൽ ന്യൂസിലാൻഡിൽ നിന്നുള്ളൊരു വാർത്ത വരുന്നു. ന്യൂസിലാൻഡിലെ 7 പള്ളികൾ തീവച്ച് നശിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസിലാൻഡിൽ രാത്രിയിലുണ്ടായെന്ന് സംശയിക്കുന്നതാണ് ഈ തീവയ്പ്പ്. ഇതിൽ 7 പള്ളികളാണ് കത്തി നശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തലസ്ഥാനമായ വെല്ലിംഗ്ടണിന് വടക്കുള്ള മാസ്റ്റർടൺ പട്ടണത്തിലാണ് 4 പള്ളികൾ പൂർണ്ണമായും കത്തി നശിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പള്ളികളുടെ നഷ്ടങ്ങൾ പള്ളികൾക്ക് സംഭവിച്ചത് അവശിഷ്ടങ്ങൾ ഇപ്പോൾ അവിടെ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വരികയാണ്. എന്തായാലും 3 കെട്ടിടങ്ങൾ കൂടി ലക്ഷ്യമിട്ടതായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. പക്ഷേ അവ തീപിടിപ്പിക്കാൻ തീ വെച്ച ആൾക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീപിടുത്തങ്ങളെ സംശയാസ്പദമായി കണക്കാക്കുകയും പോലീസ് ഇപ്പോൾ ഇതിൽ വലിയ രീതിയിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫയർ ആൻഡ് എമർജൻസി വക്താവാണ് ഇത് പറഞ്ഞത്. പക്ഷേ ആരെയും ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആംഗ്ലിക്കൽ ചർച്ച് ഓഫ് ദി എപ്പിഫാമി, സെൻറ്റ് പാട്രിക് കാത്തലിക് ചർച്ച് മാസ്റ്റർടൺ ബാപ്റ്റിസ്റ്റ് ചർച്ച്, ഇക്വിപ്പേഴ്സ് ചർച്ച് മാസ്റ്റർടൺ എന്നിവയെല്ലാം തീയിട്ടതായാണ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തകർന്ന ജനാലകൾ, കത്തിയ കസേരകൾ, കത്തിയ അപ്പോൾസറി എന്നിവയെക്കുറിച്ചുള്ള പ്രാദേശിക മാധ്യമങ്ങൾ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ തീപിടുത്തങ്ങളും അണച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇതിൽ ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇതൊരു ഭീകരാക്രമണമാണോ എന്നുള്ളതാണ് നിലവിൽ പരിശോധിച്ച് വരുന്നത്. മാസ്റ്റർടൺ മേയർ ഗാരി കഫേൽ പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രത്യക്ഷത്തിലുണ്ടായ ആക്രമണങ്ങൾ സമൂഹത്തെ ഞെട്ടിച്ചു കളയുന്നു എന്നാണ്. അപ്രതീക്ഷിതമായാണ് ഇവ സംഭവിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, പ്രത്യേകിച്ച് മാസ്റ്റർടൺ പോലുള്ള ഒരു സ്ഥലത്ത് എന്നാണ് അദ്ദേഹം പ്രാദേശിക മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പ്രാദേശിക MP മൈക്ക് ബട്രിക് തൻ്റെ അഗാധമായിട്ടുള്ള ദുഃഖം ഇതിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പ്രസ്താവനയിൽ ആദ്യം ഈ പള്ളി തീവയ്പുണ്ടായപ്പോൾ പ്രതികരിച്ചവരെ ഹീറോകളെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. എന്തായാലും 10 മണിയോടെ അതേ പ്രദേശത്ത് ഒരു ചാപ്പൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശവസംസ്കാര ഭവനത്തിനും തീയിട്ടു. അതായത് ഒരു ഫ്യൂണറൽ സെറിമണി നടക്കുന്ന ഒരു ഭവനത്തിനും തീയിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കെട്ടിടത്തിലും ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് രക്ഷപ്പെട്ടത്. വലിയൊരു മാസീവായിട്ടുള്ള ഒരു അറ്റാക്കാണോ ഇത് എന്നാണ് ഇപ്പോൾ ന്യൂസിലാൻഡിലെ പോലീസ് പരിശോധിച്ച് വരുന്നത്. പോലീസ് സംഭവ സ്ഥലത്ത് തന്നെ ഇപ്പോൾ തുടരുകയാണ്. ദൃക്സാക്ഷികളോട് മുന്നോട്ട് വരാനാണ് അവർ ആവശ്യപ്പെട്ടത്. ദൃക്സാക്ഷികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. മുഴുവൻ താമസക്കാർക്കും ആശ്വാസം പകരുന്നതിനായി മാസ്റ്റർടണിലും സമീപ പട്ടണങ്ങളിലായ ഫെദർസ്റ്റൺ, കാർട്ടർടൺ എന്നിവിടങ്ങളിലും ഉദ്യോഗസ്ഥർ പെട്രോളിംഗും നടത്തുന്നുണ്ട്. ആരും ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമില്ല എന്നാണ് പല പോലീസുകാരും പറയുന്നത്. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരാൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇയാളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും കൂടുതൽ അഭിപ്രായത്തിനായി പോലീസിനെയും ഫയർ ആൻഡ് എമർജൻസി ന്യൂസിലാൻഡിനെയും ഇവിടെയുള്ള സർക്കാർ ഭരണകൂടം സമീപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.